നമസ്കാരം. പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ CJ റോയിയുടെ മരണത്തിന് പിന്നാലെ കമ്പനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ്. ചെയർമാന്റെ മരണവും ആദായനികുതി വകുപ്പിന്റെ പരിശോധനയും ചേർത്തുവച്ച് ചില കേന്ദ്രങ്ങൾ നടത്തുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. CJ റോയിയുടെ ഓഫീസുകളിൽ നടന്ന ആദായനികുതി വകുപ്പിന്റെ പരിശോധന പതിവ് നടപടി മാത്രമാണെന്നും ഇത് യാതൊരു കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടതല്ലെന്നും TA ജോസഫ് അറിയിച്ചു. CJ റോയിയുടെ നിര്യാണത്തിന് പിന്നാലെ ഗ്രൂപ്പിനെതിരെ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളെയും വ്യക്തിപരമായ അധിക്ഷേപങ്ങളെയും അദ്ദേഹം തള്ളിപ്പറഞ്ഞു. കോൺഫിഡന്റ് ഗ്രൂപ്പിൽ ആർക്കും നിക്ഷേപമില്ലെന്നും മോഹൻലാലും ആന്റണി പെരുമ്പാവൂരുമായി കാസനോവ എന്ന സിനിമയിലൂടെയാണ് ഗ്രൂപ്പിന് ബന്ധമുണ്ടാകുന്നതെന്നും കുടുംബ സുഹൃത്തുക്കളെ പോലെയാണെന്നും കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ് പറഞ്ഞു. മോഹൻലാലിനോ ആന്റണി പെരുമ്പാവൂരിനോ മറ്റ് സിനിമാ താരങ്ങൾക്കോ കോൺഫിഡന്റ് ഗ്രൂപ്പിൽ നിക്ഷേപമില്ല. ആരും കമ്പനിയിൽ നിക്ഷേപിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. ആദായനികുതി വകുപ്പ് വർഷങ്ങളുടെ ഇടവേളകളിൽ ഇത്തരം പരിശോധനകൾ നടത്താറുണ്ട്. 2016 ഗ്രൂപ്പിന്റെ ഓഫീസിൽ പരിശോധന നടന്നിരുന്നു. തുടർന്ന് 2026 കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ഓഫീസുകളിൽ പതിവ് പരിശോധന നടന്നത് ഇതിന്റെ ഭാഗമാണെന്നും ജോസഫ് വിശദീകരിക്കുന്നു. അധികൃതരുമായി ഗ്രൂപ്പ് പൂർണ്ണമായി സഹകരിച്ചുവെന്നും മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് മാന്യമായ സമീപനമാണ് ഉണ്ടായതെന്നും കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയത് കൊണ്ടല്ല ഈ പരിശോധന നടന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചില യൂട്യൂബർമാരും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും കമ്പനിയെയും പരേതനായ CJ റോയിയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനെതിരെ ജോസഫ് ശക്തമായി പ്രതികരിച്ചു. മരിച്ച ഒരാളെ ഇത്തരത്തിൽ വേട്ടയാടുന്നത് നീതീകരിക്കാനാവില്ല. നിക്ഷേപകരെ ഗ്രൂപ്പ് കബളിപ്പിച്ചിട്ടില്ല. കള്ളപ്രചാരണങ്ങൾ തിരിച്ചറിയാൻ മലയാളികൾക്ക് സാധിക്കുമെന്നും TA ജോസഫ് പറഞ്ഞു. ഗ്രൂപ്പ് നിക്ഷേപകരെ കബളിപ്പിച്ചു, സിനിമാ രംഗത്തുള്ളവരിൽ നിന്ന് റിയൽ എസ്റ്റേറ്റുകാരിൽ നിന്നും പണം വാങ്ങി വിദേശത്ത് നിക്ഷേപിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് TA ജോസഫ് ഊന്നി പറഞ്ഞു. തങ്ങൾക്ക് നിക്ഷേപകരോ കടങ്ങളോ ഇല്ല, ആരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിട്ടില്ലെന്നും തെളിവ് ഹാജരാക്കിയാൽ ഇരട്ടി പണം തിരിച്ചു നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. സിനിമാ മേഖലയിൽ സുതാര്യമായ രീതിയിലാണ് ഇടപെട്ടതെന്നും ഗ്രൂപ്പിന് പണം ലഭിക്കാനേ ഉള്ളൂ എന്നും നൽകാനില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ചെയർമാന്റെ വിയോഗം കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല. എല്ലാ നിർമ്മാണ സൈറ്റുകളിലും പണി പുനരാരംഭിച്ചിട്ടുണ്ട്. നിക്ഷേപകർക്കോ ഉപഭോക്താക്കൾക്കോ ആശങ്ക വേണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തെ ബാധിക്കുമെന്നതിനാൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും റോയിയുടെ മരണം കമ്പനിയുടെ ജോലികളെ ബാധിക്കില്ലെന്നും MD വ്യക്തമാക്കി. ജീവിതം ആഘോഷിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു റോയി എന്നും അദ്ദേഹം അനുസ്മരിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വീഡിയോ സന്ദേശത്തിലൂടെ TA ജോസഫ് വിശദീകരണം നൽകിയിരുന്നു. മരിച്ചുപോയ ഒരാളെ സോഷ്യൽ മീഡിയയും യൂട്യൂബ് ചാനലുകളും ക്രൂരമായി അപകീർത്തിപ്പെടുത്തുകയാണ്. റോയിയെ മരിച്ചിട്ടും വേട്ടയാടുന്നത് ഖേദകരമാണെന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. കമ്പനിയുടെ പക്കൽ കള്ളപ്പണമോ ആരെങ്കിലും പറ്റിച്ചുണ്ടാക്കിയ പണമോ ഇല്ല. കഠിനാധ്വാനം ചെയ്താണ് ഈ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത്. EDയും CBIയും അന്വേഷിക്കുന്നുവെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യവും നിലവിലില്ല. മുൻപുണ്ടായിരുന്ന അതേ ഊർജ്ജത്തോടെ കമ്പനി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേസമയം അടുത്തിടെ റോയി പ്രഖ്യാപിച്ച ചില റിയൽ എസ്റ്റേറ്റ് പദ്ധതികളുമായി ബന്ധപ്പെട്ട് റോയി കടുത്ത സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. 6 മാസമായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. കടബാധ്യതയില്ലെങ്കിലും ദുബായിലും കേരളത്തിലുമുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കായി രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നുള്ളവരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചിരുന്നു എന്ന വിവരവും പുറത്തു വന്നിരുന്നു. ഈ നിക്ഷേപത്തിൽ കേന്ദ്ര ഏജൻസികൾ എത്തുമോ എന്ന് സംശയമുണ്ടായിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ വലയിൽ റോയി കുടുങ്ങുമെന്ന് സംശയിച്ച് ചില നിക്ഷേപകർക്ക് പണം തിരികെ ചോദിച്ച് സമ്മർദ്ദം കൂട്ടാൻ കാരണമായെന്നും വാർത്തകൾ എത്തിയിരുന്നു. പല ഇടപാടുകളുടെയും സ്രോതസ് വെളിപ്പെടുത്താനാവാതെ കടുത്ത തീരുമാനത്തിലേക്ക് റോയി നീങ്ങിയെന്നായിരുന്നു വിവരം. ഗ്രൂപ്പ് ആസ്ഥാനത്ത് നിന്ന് നിക്ഷേപകരുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ റോയി എഴുതിയ കുറിപ്പുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. 30 നടന്ന പരിശോധനയിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖകൾ ആവശ്യപ്പെട്ടതോടെയാണ് റോയിയെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് പിന്നിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണെന്ന് പറയാറായിട്ടില്ലെന്നായിരുന്നു കർണാടക ആഭ്യന്തരമന്ത്രി G പരമേശ്വര നേരത്തെയും നിലപാട് വ്യക്തമാക്കിയത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് അടക്കം അന്വേഷിക്കാനാണ് പോലീസ് സംഘത്തിന് തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.